രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തക്കാളിയുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് വഴുതനയും. കാഴ്ചയിലും രുചിയിലും ഒന്നും ഒരു ബന്ധവുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ? പക്ഷേ അവയുടെ പൂക്കൾ തമ്മിൽ നല്ല സാമ്യമുണ്ട്. അതുതന്നെയാണ് തിരിച്ചറിയാനുള്ള വഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിന് വല്ല ഗുണവുമുണ്ടോ, ഇതെങ്ങനെ കഴിക്കാം എന്നൊക്കെ നോക്കാം. പൊട്ടാസ്യം നന്നായി അടങ്ങിയിട്ടുണ്ട്. ഒപ്പം വൈറ്റമിൻ B6, വൈറ്റമിൻ C, പിന്നെ മഗ്നീഷ്യം. നല്ല തോതിൽ നാരുകളും ഇതിലുണ്ട്. അപ്പോൾ തക്കാളി, മുളക്, ഉരുളക്കിഴങ്ങ് ഇവയുടെ എല്ലാം കുടുംബത്തിൽപ്പെട്ട വഴുതന എങ്ങനെയാണ് പെട്ടെന്നൊരു കറിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. എണ്ണയും രുചിക്കൂട്ടുകളുമൊക്കെ വേഗത്തിൽ തന്നെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ പച്ചക്കറിക്ക്. അതുകൊണ്ട് പലതരത്തിൽ ഇത് പാകം ചെയ്യാറുണ്ട്. വറുത്തും റോസ്റ്റ് ചെയ്തും ഗ്രില്ലായും അച്ചാറിട്ടും ചട്നിയാക്കിയും ഒക്കെ പല വിഭവങ്ങളും ഉണ്ടാക്കാം. സ്റ്റഫ് ചെയ്യാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഗ്രില്ല് ചെയ്യാനും സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇനങ്ങളും ഒരുപാട് വിഭവങ്ങളും എഗ് പ്ലാന്റ് എന്ന ഈ ഒരു പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കാം. എളുപ്പത്തിൽ തന്നെ ഒരു ഡിഷ് ആണ് നമുക്കിന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞെട്ടിൻ്റെ അത്ര വരെ 2 അല്ലെങ്കിൽ 4 ഇനമനുസരിച്ച് മുറിക്കാം. 6 അങ്ങനെ എടുക്കാം. എന്നിട്ടൊന്ന് കഴുകി അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഒരു പേസ്റ്റ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 1 കപ്പ് തക്കാളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി 1 ടീസ്പൂൺ ജീരകപ്പൊടി എടുക്കാം. കൂടെ 1 ഉള്ളി, സവാള, 2 ടീസ്പൂൺ നാരങ്ങ നീര്, കുറച്ച് കശുവണ്ടി, കൂടെ അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒരു പേസ്റ്റ് ആക്കുക. ഈ കറി വേറെ രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഒക്കെ കൂടി നന്നായി എടുത്ത് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റായിട്ട് കിട്ടും. ഇനി വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് ഈ ഒരു മിക്സ്, ഈ ഒരു കൂട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർക്കാം. അത് ഒന്ന് നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ചേർക്കാം. ഇനി നന്നായി വെന്ത് കുറുകുന്നത് വരെ അത് അടച്ചു വയ്ക്കാം. ആ ഒരു കുറുകി ഒരു കുഴമ്പ് പാകത്തിലുള്ള ഒരു കറിയായി മാറുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില, വേണമെങ്കിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇതിന് തന്നെ വേറെ ഒരു രുചി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും ഒരു ചാട്ട് മസാലയും അതുപോലെ തന്നെ അല്പം ക്രീമും ചേർത്ത് എടുക്കാവുന്നതാണ്. എന്തായാലും അത്യാവശ്യം രുചിയുള്ള ഒരു കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അതുപോലെ നെയ്ച്ചോറ്, അങ്ങനെയുള്ള ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ചോറുകൾ, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.